ഇന്നത്തെ അറിയിപ്പുകൾ. PSCയുടെ നിയമന ശുപാർശ ഡിജിറ്റലാകുന്നു. കാലതാമസം കൂടാതെ അഡ്വൈസ് മെമ്മോ അപേക്ഷകന്റെ പ്രൊഫൈലിൽ കിട്ടും. ഇതോടെ തപാലിൽ അഡ്വൈസ് മെമ്മോ അയക്കുന്ന പഴയ രീതി KPSC ഉപേക്ഷിക്കുകയാണ്. നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും അഡ്വൈസ് മെമ്മോ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമാണ് പുതിയ തീരുമാനം. ജൂലൈ 1 മുതൽ എല്ലാ നിയമന ശുപാർശകളും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. QR കോഡ് ഉൾപ്പെടുത്തി സുരക്ഷിതമാക്കിയ നിയമന ശുപാർശകളാണ് പ്രൊഫൈലിൽ ലഭ്യമാക്കുക. ഇത്തരത്തിൽ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ തപാൽ മാർഗം അയക്കുന്ന രീതി നിർത്തലാക്കും. QR കോഡ് ഉള്ളതിനാൽ സ്കാൻ ചെയ്ത് ആധികാരികത ഉറപ്പാക്കാൻ നിയമനാധികാരിക്ക് സാധിക്കുകയും ചെയ്യും. വിലാസത്തിലെ അവ്യക്തതയോ വിലാസം മാറിയത് കാരണം ഇനി നിയമന ശുപാർശ മെമ്മോകൾ കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നുള്ള പരാതികൾക്കും ഇതോടെ പരിഹാരമാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിനു കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്കാറ്റേർഡ് വിഭാഗം ചുമട്ടുതൊഴിലാളികൾ ഏകീകൃത തിരിച്ചറിയൽ കാർഡിനായി അപേക്ഷ നൽകണം. ആവശ്യമായ രേഖകൾ സഹിതം ക്ഷേമനിധി ബോർഡുകൾ മുഖേനയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ തൊഴിലാളികൾക്ക് സ്വന്തമായോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അവസാന തീയതി ജൂലൈ 31. +1 ആദ്യ അലോട്ട്മെന്റിൽ 2.49 ലക്ഷം പേർ. വ്യാഴാഴ്ച വരെ പ്രവേശനം നേടാം. സ്പോർട്സ് ക്വാട്ടയിലെയും പട്ടികജാതി വർഗ വകുപ്പുകളുടെ മേൽനോട്ടത്തിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യ അലോട്ട്മെന്റിന് ശേഷം മിച്ചമുള്ളതും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശനം നേടാത്തവരുടെയും സീറ്റ് ചേർത്ത് ജൂൺ 10 രണ്ടാം അലോട്ട്മെന്റ് നടത്തും. 16 നടക്കുന്ന മൂന്നാം അലോട്ട്മെന്റോടെ ഇത്തവണ +1 പ്രവേശനത്തിന്റെ മുഖ്യഘട്ടം പൂർത്തിയാകും. ഇതിനുശേഷമാകും സപ്ലിമെന്ററി അലോട്ട്മെന്റ് തുടങ്ങുക. അതിന് ഓരോ സ്കൂളിലെയും സീറ്റൊഴിവിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ പുതുക്കണം. ആകെ അപേക്ഷകരിൽ 1,68,295 പേർക്കാണ് ഇനി അലോട്ട്മെന്റ് കിട്ടാനുള്ളത്. ഇവരിൽ 70,000-ഓളം പേരെങ്കിലും രണ്ടാം അലോട്ട്മെന്റിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷ. മുന്നാക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ സ്കൂളുകളിലെ 10% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ആദ്യ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ വിവിധ സംവരണ വിഭാഗങ്ങൾക്കായി നീക്കിവെച്ച 69,000 സീറ്റ് ഒഴിവാണ്. അർഹരായ അപേക്ഷകരില്ലാത്തതാണ് കാരണം. പട്ടികജാതി വർഗ സംവരണ സീറ്റിൽ മതിയായ അപേക്ഷകരില്ലെങ്കിൽ ഇതാദ്യം OEC അപേക്ഷകർക്കായി മാറ്റിവെക്കും. അതിലും മിച്ചം വന്നാൽ പൊതുമെറിറ്റായി പരിഗണിച്ച് മറ്റു സംവരണ വിഭാഗങ്ങൾക്കും അവശേഷിക്കുന്നവ ജനറൽ വിഭാഗത്തിനും കൈമാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളിൽ അംഗത്വത്തിന് 8ാം ക്ലാസ്സുകാർക്ക് ജൂൺ 12 വരെ അപേക്ഷിക്കാം. അപേക്ഷകരിൽ നിന്നും നിശ്ചിത എണ്ണം അംഗങ്ങളെ ഓരോ സ്കൂളിലെയും ക്ലബ്ബുകളിൽ തിരഞ്ഞെടുക്കാനുള്ള അഭിരുചി പരീക്ഷ സംസ്ഥാന തലത്തിൽ ജൂൺ 18 നടക്കും. സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോറത്തിൽ കുട്ടികൾ പ്രഥമാധ്യാപകർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളിൽ A ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ ഗ്രേസ് മാർക്കും അനുവദിച്ചിട്ടുണ്ട്. കൈറ്റ്സ് നടപ്പാക്കുന്ന ഇന്ത്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബിൽ ഇതുവരെ 4.9 ലക്ഷം കുട്ടികൾ അംഗങ്ങളായിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2025-2026 അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ, ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രവേശനത്തിന് ഓൺലൈനായി ജൂൺ 10 വരെ ഫീസ് ഒടുക്കി അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രവേശന പരീക്ഷ ജൂൺ 29 കേരളത്തിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കും. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗികാതിക്രമം തടയൽ നിയമമായ പോഷ് ആക്ട് 2013 നടപ്പിലാക്കുന്നതിനായി എറണാകുളം ജില്ലയിലെ പൊതു സ്വകാര്യ മേഖലകളിൽ 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടതും ഈ വിവരം ഷീ ബോക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചു. 10-ൽ കുറവ് ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ പരാതി തൊഴിലുടമയ്ക്കെതിരെ വരുമ്പോൾ പരാതികൾ ജില്ലാതല ലോക്കൽ കമ്മിറ്റിയിലാണ് സമർപ്പിക്കേണ്ടത്.